വീക്കെൻഡ് ഫ്രൈഡേ കഴിഞ്ഞ ദിവസം മീൻ വാങ്ങിക്കൊണ്ട് വന്ന് കട്ട് ചെയ്തിട്ടില്ലെന്ന് പരാതി പറഞ്ഞുകൊണ്ടായിരിക്കും ഈ വട്ടം സെൻട്രൽ മാർക്കറ്റിൽ പോയപ്പോൾ കട്ട് ചെയ്തിട്ടാണ് മീൻ വാങ്ങിയത് കേട്ടോ. കുറച്ച് ആവോലിയാണ് വാങ്ങിയത്. എല്ലാ വട്ടവും മീൻ ഇങ്ങനെ മേടിച്ച് കഴിയുമ്പോൾ ഞാൻ ഡപ്പയ്ക്കകത്ത് ഇങ്ങനെ അടച്ചു വെക്കത്തേ ഉള്ളൂ. കഴിഞ്ഞ കുറേ വീഡിയോയുടെ ഇടയിൽ മിക്കവരും പറയുന്നൊരു കമൻറ്റാണ് മീൻ ഇങ്ങനെ മേടിച്ചിട്ട് ഡപ്പയ്ക്കകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് വെച്ചിരുന്നത് നല്ല ഫ്രഷ് ആയിരിക്കുന്നു. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴാണ് അറിയാവുന്നത് നമുക്ക് എടുക്കാനും എളുപ്പമാണ്, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ ഞാനിങ്ങനെ ഓരോരോ പാത്രത്തിനകത്താക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചെടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ എനിക്കും നനക്കൊട്ടനും മാത്രമേ ഉള്ളൂ ഈ മീനോട് വലിയ ഇഷ്ടം. വേറെ ആരെങ്കിലും കഴിക്കത്തൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ മീൻ മേടിക്കുന്നത് തന്നെ. എനിക്ക് ഇത്രയും മീൻ വേണമെന്നേ, വല്ലപ്പോഴും എങ്കിലും എനിക്ക് ഇത്രയും മീൻ വേണം. ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഞങ്ങൾ ഈ കൊല്ലങ്കാർക്ക് കുറച്ച് മീനൊക്കെ വേണമെന്നേ. പണ്ട് കല്യാണത്തിന് മുമ്പ് ചോറ് കഴിക്കും എനിക്ക് മീനിൻ്റെ മണമെങ്കിലും കേട്ടില്ലെങ്കിൽ എനിക്ക് ചോറ് ഇറങ്ങത്തില്ലായിരുന്നു. പിന്നെ അതൊക്കെ മാറ്റി വെച്ചു. എന്നാലും വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി മീൻ കൂട്ടിയെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് ചേട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടന് ഇഷ്ടമല്ലെങ്കിലും എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മേടിച്ചിട്ട് വരുന്നുണ്ട്. എന്തായാലും മീൻ കൊണ്ടുവന്നല്ലേ കുറച്ചെടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചാൽ ഞാനങ്ങനെ കുറച്ചെടുത്ത് വറുത്തിട്ടുണ്ട്. ഈ വട്ടം സെൻട്രൽ മാർക്കറ്റിൽ പോയപ്പോഴേ കുറച്ചധികം ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ മേടിക്കുന്നതിനെക്കാട്ടി സെൻട്രൽ മാർക്കറ്റിൽ നിന്നൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ നല്ല ലാഭത്തിൽ കിട്ടുമെന്നേ. ഈ ഒരു കേസ് മാംഗോക്ക് അങ്ങോട്ട് 2 BD ആയിട്ടുള്ളൂ. നല്ല അടിപൊളി മാങ്ങയാണ്, നല്ല മണവും നല്ല മധുരമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഓറഞ്ചും തണ്ണിമത്തിനും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് തക്കാളി നമ്മുടെ താഴത്തെ സെക്യൂരിറ്റി തന്നെയാണ് കേട്ടോ. ഇവിടെ വിളഞ്ഞ തക്കാളിയാണ്, നല്ല അടിപൊളി ഫ്രഷ് തക്കാളിയായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. മീനെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വറുത്ത മീൻ കുട്ടി നല്ല കുശാലായിട്ട് ഫുഡൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഷോമോൾക്ക് എന്നെ കൂടെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഒന്ന് പോയി കുറച്ച് നടന്നിട്ട് വരാമെന്ന് എഴുതി. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് നടക്കാൻ ഇറങ്ങി. എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കുന്നൊരു കാര്യമാണ് ഞാൻ എവിടെയാണ് താമസം, അവിടെ റൂമിന് റെൻ്റ് എങ്ങനെയാണ്, റൂമിന് ഒഴിവുണ്ടോ എന്നൊക്കെ. ഞാൻ സഖയിലും മദർ കെയറിൻ്റെ അടുത്താണ് കേട്ടോ. നമ്മളിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ റൂമൊന്നും ഒഴിവില്ല, എല്ലാം ഫുള്ളാണ്. പിന്നെ തൊട്ടപ്പുറം അപ്പുറമൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ തിരക്കിയിട്ടില്ല. നല്ല ഏരിയ ആയതുകൊണ്ടാണ് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളത്. നാളെ കളഞ്ഞിട്ടാ.